നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്ത്രീകളുടെ മുഖത്ത് ദൈവീകമായിട്ടുള്ള ഒരു അഴക്, ഒരു ദൈവീകത അല്ലെങ്കിൽ ഒരു ദൈവീകമായിട്ടുള്ള ഒരു സൗന്ദര്യം, ഒരു സ്ത്രീത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സ്ത്രീത്വം ഉണ്ടാകുന്നതിന് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ വെളുത്തിരുന്നാൽ മാത്രമേ കൊള്ളാവൂ എന്നുള്ളതാണ്. നിറം വെളുപ്പാണെങ്കിലും ഇരുനിറമാണെങ്കിലും കറുപ്പാണെങ്കിലും ചിലരുടെ മുഖത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും നല്ല സ്ത്രീത്വമായിരിക്കും, അവരുടെ മുഖത്തിനൊരു ഐശ്വര്യമായിരിക്കും. അതിന് നിറത്തിന്റെ കാര്യമൊന്നുമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറം നമുക്കറിയാവുന്നതാണ്. മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിറത്തിനെ കുറിച്ച് അതിന്റെ പേരൻസ് ആയാലും ഗ്രാൻഡ് പേരൻസ് ആയാലും എന്തിനേറെ നെയ്ബേഴ്സിന് പോലും അത് വലിയൊരു ആശങ്കയും ആകുലതയും ഒക്കെയാണ് കുട്ടിയൊന്ന് നിറം കുറഞ്ഞിരുന്നാൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിറം വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല. നമ്മുടെ നിറം ഏതായാലും നമ്മുടെ മുഖത്ത് മറ്റൊരാൾ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു സ്ത്രീത്വം ഉണ്ടായിരിക്കുന്നതിന്, നമ്മുടെ മുഖത്തിനൊരു ഗ്ലോയിങ് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സാമ്പത്തിക സ്ഥിതി അനുവദിക്കും എന്നുള്ളവരൊക്കെ തന്നെ ചെയ്യാറുള്ളത് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ് എപ്പോഴും യങ്ങായി ഇരിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. എന്നാൽ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യണ്ട. കാരണം അതൊക്കെ തന്നെ പിന്നീട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സും ഉണ്ടാകും. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുഖ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പോലെ ഐശ്വര്യവതിയായിരിക്കുന്നതിന് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ യൂസേഴ്സിന് ജോയിൻ ബട്ടൺ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് 12 രാശികളാണ് ഉള്ളത്. മേടം, ഇടവം, മിഥുനം, അങ്ങനെ 12 രാശികളുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരവും അതുപോലെ തന്നെ 12 ഭാവങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ശരീരം 12 ഭാവങ്ങളായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തല എന്ന് പറയുന്നത് മേടമാണ്. അതുപോലെ നമ്മുടെ മുഖം എന്ന് പറയുന്നത് ഇടവം രാശിയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. മുഖം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ പോലെ തെളിഞ്ഞ്, പൂർണ്ണചന്ദ്രനെ നമ്മൾ കണ്ടിട്ടില്ലേ, വളരെയധികം ആർക്കായാലും പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നും. അതുപോലെയാണ് നമ്മുടെ മുഖം കാണുമ്പോൾ ചന്ദ്രനെ പോലെ തെളിഞ്ഞിരിക്കണം എന്നാണ്. പൂർണ്ണചന്ദ്രനെ നമുക്ക് നോക്കുമ്പോൾ പൂർണ്ണചന്ദ്രന് ഒരു വശീകരണ ശക്തിയുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ മുഖവും. നമ്മുടെ മുഖത്താണ് നമ്മുടെ വായിരിക്കുന്നത്. അപ്പോൾ വായ് എന്തുമായിട്ടാണ് നേരിട്ട് കണക്റ്റഡ് ആയി പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറുമായിട്ടാണ്. നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ വയറ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ മറ്റ് ഇന്റേണൽ ഓർഗൻസ് എല്ലാം തന്നെ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിന് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. അവിടെ എന്താണ് ആ വെള്ളം കുടിക്കുന്നത് വഴി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡീടോക്സ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടുകയാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ മറ്റു ഓർഗൻസിന്റെ സഹായത്തോടു കൂടി ഡീടോക്സിഫിക്കേഷൻ നാച്ചുറലായി തന്നെ സംഭവിക്കാറുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റോള് നമ്മുടെ കിഡ്നിക്കും ലിവറിനുമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളവ അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തന്നെ എലിമിനേറ്റ് ചെയ്യുകയും, അതായത് വിഷാംശങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന 2 ഓർഗൻസ് ആണ് നമ്മുടെ ലിവറും കിഡ്നിയും. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസിനും അതിൻ്റെതായിട്ടുള്ള ഓരോ റോൾ ഉണ്ടെങ്കിലും ഈ 2 ഓർഗൻസിനാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലിവറും കിഡ്നിയും നല്ലതുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ്സും നല്ലതായി തന്നെ ഇരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ലങ്സും ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പ്, എരി,
പുളി മുതലായ വസ്തുക്കൾ നമ്മൾ എത്രയധികം ഇൻടേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ തന്നെ നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, കൂടുതൽ ഉപ്പ് ചേർത്ത ഫുഡ്, ഒരുപാട് പുളിയുള്ള ഫുഡ്, ഇതൊക്കെ കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ തന്നെ അത് ദോഷകരമാണ്. ഒരുപാട് ഉപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുന്ന ഒരാള്, അതുപോലെ ഒരുപാട് സ്പൈസി ആയിട്ട് എരിയൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരാള്, പുളിപ്പ് ഭക്ഷണം കൂടുതലായി കഴിക്കുന്ന ഒരാൾ, ഈ 3 കാര്യങ്ങളും ഒരുപാട് ഇൻടേക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യം തന്നെ അഫക്റ്റ് ചെയ്യുന്നത് അയാളുടെ ലങ്സ് ആയിരിക്കും. ഇതിന്റെ റിസൾട്ടായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സും അതുപോലെയുള്ള ഓർഗൻസ് ഒക്കെ തന്നെ നേരായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് BP, സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. സ്ട്രെസ് ഒക്കെ കൂടുതലായിട്ടുള്ളവരോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയും, ബ്രീതിങ് എക്സസൈസ് ചെയ്യാൻ പറയും. ഇതൊക്കെ നമ്മുടെ ലങ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ലങ്സിനാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ലഭിക്കുന്നത്. നമ്മൾ നല്ലതുപോലെ ചിരിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. മനസ്സ് സന്തോഷിച്ച് ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആയുസ് വർദ്ധിക്കും എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട്. അതിന്റെ പിന്നിലുള്ളതും നമ്മുടെ ലങ്സിനാണ്. നമ്മൾ സന്തോഷത്തോടുകൂടി ചിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു റിസൾട്ട്, നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ ലങ്സിന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ലങ്സ് വേറെ, നമ്മുടെ ഉദരം അതായത് വയറ് വേറെ, കിഡ്നി വേറെ, ലിവർ വേറെ, വേറെ വേറെ ഓർഗൻസ് ആണ്. പക്ഷെ ഇതൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച്, എന്താണോ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് നല്ല ഫലങ്ങളും അസുഖങ്ങളും ഒക്കെ തന്നെ നൽകുന്നത്. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യവും വരുന്നത്. ഒരുപാട് എരിയും പുളിയും പുളിപ്പും ഒക്കെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ കാണാൻ സാധിക്കും. നല്ല രീതിയിലല്ല കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മുഖത്തിന്റെ ആ ഗ്ലോ ഒക്കെ കുറഞ്ഞിട്ടായിരിക്കും ഇത്രയധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. കുറച്ച് ജ്യോതിഷപരമായി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാൾക്ക് കടങ്ങൾ കൊണ്ട് വളരെയധികം മാനസിക സമ്മർദ്ദമുണ്ടായിരിക്കും എന്നാണ്. എന്നാൽ കടങ്ങളുടെ ഒരു മാനസിക സമ്മർദ്ദമൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഫ്രീ ആയിട്ട് അയാൾക്ക് കടങ്ങളൊന്നുമില്ല, വളരെ ഹാപ്പിയാണ്, ആവശ്യത്തിനുള്ള പണമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷനും കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസും നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ അത് സംബന്ധപ്പെട്ടുള്ള മറ്റു രോഗങ്ങളൊക്കെ ഇന്റേണൽ ആയിട്ട് ഉള്ളവർക്ക് ഒരിക്കലും അവരുടെ സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ടായിരിക്കില്ല. നമ്മുടെ സ്ട്രെസ്, നമ്മുടെ മാനസിക സമ്മർദ്ദവും കോൺസ്റ്റിപ്പേഷനുമായിട്ട് വളരെയധികം ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരു എക്സ്റ്റെന്റ് വരെയും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് ലേറ്റസ്റ്റ് ഫേഷ്യൽ ചെയ്താൽ പോലും ആ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ആ സ്കിന്നിനൊരു ഗ്ലോ പോലെ തോന്നുമെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു ഫുഡ് ഇൻടേക്കും നമ്മുടെ ആ മാനസിക സമ്മർദ്ദവും ഒക്കെ കൊണ്ട് നമ്മുടെ ആ സ്കിന്നിന്റെ ഗ്ലോ താനെ തന്നെ കുറയും. നമ്മുടെ മാനസിക സമ്മർദ്ദം, നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിവർ, കിഡ്നി, ലങ്സ്, വയറ്, ഇതൊക്കെ തന്നെ നല്ലപോലെ ഫങ്ഷൻ ചെയ്യുന്നതിനും മറ്റു രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ സാധിക്കുന്ന ചില ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് പോമഗ്രനേറ്റ്, മാതള അല്ലികൾ കഴിക്കാവുന്നതാണ്. മാതളം എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒരു മാതളവും ഒരു ആപ്പിളും എല്ലാ ദിവസവും കഴിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്കൊരു 21 ഡേയ്സ് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ ദിവസവും ചെറിയൊരു ആപ്പിളും ചെറിയൊരു മാതളവും കഴിക്കുക. നമ്മുടെ തന്നെ ഇന്റേണൽ ഓർഗൻസ് ആണ് ഈ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നത് വഴി ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്. ഈ 2 ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. നമ്മുടെ ലിവറിനും കിഡ്നിക്കും ഒക്കെ അത് വളരെ നല്ല ഗുണം ചെയ്യും.
നമ്മുടെ വയറിന്, അതായത് ഉദര സംബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ തന്നെ ഒരു ശമനം കിട്ടും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുകയേ ഇല്ല. ഈ 2 ഫ്രൂട്ട്സ് ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ട്രെസ് കുറയുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലുള്ള നല്ല ഫലങ്ങളും നമ്മുടെ ബോഡിക്ക് ലഭിക്കും. അത് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുഖത്ത് തന്നെയായിരിക്കും. 21 ദിവസം ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തിനൊരു ഗ്ലോ ലഭിക്കും. ഈ 2 ഫ്രൂട്ട്സിന്റെയും ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാതളം, പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. ആപ്പിൾ, ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന ആപ്പിൾ തൊലി ചെത്തി വേണം നമ്മൾ കഴിക്കേണ്ടത്. ഈ 2 ഫ്രൂട്ട്സും വളരെയധികം നമ്മുടെ ബോഡിക്ക് നല്ല ഫലങ്ങൾ നൽകും. അതിനോടൊപ്പം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകും. നമ്മുടെ സ്ട്രെസ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമതായി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് വന്ന് ആദ്യം ചെയ്യേണ്ട കാര്യം, മിക്കവരും ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒക്കെ ആയിരിക്കും കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഒരു 21 ഡേയ്സ് ഫോളോ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ടീസ്പൂൺ നെയ്യ്. ഈ നെയ്യ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നെയ്യ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഏറ്റവും ശുദ്ധമായ നെയ്യ് നോക്കി വേണം വാങ്ങേണ്ടത്. ഓർഗാനിക് നെയ്യാണ് ഏറ്റവും നല്ലത്. അതും ഇപ്പോൾ നാടൻ പശുവിന്റെ നെയ്യൊക്കെ കിട്ടും എന്നുണ്ടെങ്കിൽ അതിനൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന ഗുണം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ്, സാധിക്കും എന്നുള്ളവർക്ക് ഒരു 2 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂ കൂടി അതിലിട്ട് അത് ആദ്യം തന്നെ കുടിക്കാവുന്നതാണ്. ബ്രഷ് ചെയ്ത് വന്നു കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ടീസ്പൂൺ നെയ്യ് കുടിക്കുക. അപ്പൊ ഒരു ടീസ്പൂൺ നെയ്യ് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകില്ല. എല്ലാവരുടെയും പേടി അതാണ്, ഒരു ടീസ്പൂൺ നെയ്യ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയാൽ കൊളസ്ട്രോൾ ഉണ്ടാകും എന്ന്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ ആണ് ശരിയായ വില്ലൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ടീസ്പൂൺ നെയ്യ് ഒരിക്കലും നമുക്ക് കൊളസ്ട്രോൾ നൽകില്ല. അപ്പോൾ നമ്മൾ നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു കാര്യം, 20 മിനിറ്റ് കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. തിളച്ച വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കില്ല. നമുക്ക് കുടിക്കാൻ സാധിക്കുന്ന ചൂടുള്ള വെള്ളം, വളരെ തണുത്ത വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് കുടിക്കണം 20 മിനിറ്റ് കഴിയുമ്പോൾ. ഇത് വളരെയധികം നമ്മുടെ സ്കിന്നിന് ഗ്ലോ നൽകുന്ന ഒരു കാര്യമാണ്. നെയ്ക്കുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന എരി, പുളി, ഉപ്പ് എന്നുള്ള ആ ഒരു സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ തന്നെ ആ ഒരു ഹീറ്റ് കുറയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും നെയ്ക്കുണ്ട് എന്നാണ്. എന്ന് കരുതി ഒരുപാട് നെയ്യ് നമുക്ക് ഉപയോഗിക്കാം എന്നല്ല. വെറും ഒരേ ഒരു സ്പൂൺ നെയ്യ് മാത്രം നമുക്ക് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ചൂടുവെള്ളം കൂടി കുടിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തിനാണ് നെയ്യിൽ നമ്മളൊരു 2-3 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂ കൂടി ഇടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ട്രെസ്, ആ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അത് സയന്റിഫിക്കലി തന്നെ പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ്. കുങ്കുമപ്പൂ നമുക്ക് സ്ട്രെസ് കുറയ്ക്കും എന്നുള്ള കാര്യം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകുന്ന കാര്യങ്ങളാണ്. അതായത് ആപ്പിൾ ആണെങ്കിലും പോമഗ്രാനൈറ്റ് ആണെങ്കിലും ഒരു സ്പൂൺ നെയ്യ് ആണെങ്കിലും ഇതൊക്കെ തന്നെ നമ്മുടെ സ്ട്രെസ് കുറച്ച് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് വെക്കുന്നതിന് സഹായിക്കും. റിഫൈൻഡ് ഓയിൽ നമ്മൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. പകരം നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിച്ചാൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ഏതൊരു കാര്യവും മിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മുടെ സ്ട്രെസ് നമുക്ക് കുറഞ്ഞു കിട്ടും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അവർ നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് നൽകുന്ന ഫലങ്ങൾ കൂടിയാണ്. 2 ടിപ്സായി. ഇനി 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പൂർണ്ണചന്ദ്രനെ നോക്കി, അതായത് പൗർണമി ദിവസം നമുക്ക് നിലാവ് കാണാൻ സാധിക്കും. അപ്പോൾ പൂർണ്ണചന്ദ്രനെ നോക്കി അല്ലെങ്കിൽ 3ാം പിറ
ദർശനം നമുക്ക് ലഭിക്കുന്ന ആ ഒരു സമയത്ത് ഈ 2 ദിവസം, മാസത്തിലെ ഈ 2 ദിവസങ്ങളിൽ കുറച്ച് റോസ് വാട്ടർ എടുത്ത് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ആ കുങ്കുമപ്പൂവിന്റെ നിറമൊക്കെ അങ്ങ് ഇറങ്ങി വരും. ആ കളർ നല്ല ഒരു നിറമായിരിക്കും. അത് നമ്മുടെ മുഖത്ത് നല്ലതുപോലെ പൂശുക. മുഖം മുഴുവൻ പൂശിയിട്ട് ചന്ദ്രനെ നോക്കിയിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത്? ചന്ദ്രനെ പോലെ തന്നെയുള്ള ഒരു ആകർഷണ ശക്തി നമുക്ക് നൽകണം. ചന്ദ്രനെ നോക്കി നമ്മൾ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നൊക്കെ തന്നെ ചൊല്ലാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ കുങ്കുമപ്പൂ മുഖത്ത് പൂശിയിട്ട് ചന്ദ്രനെ നോക്കി ചന്ദ്രനുള്ള അതേ വശീകരണ ശക്തി എനിക്കും നൽകണം, ചന്ദ്രനെ പോലെ തന്നെ എപ്പോഴും പ്രകാശമായിട്ടുള്ളൊരു ലൈഫ് എനിക്കും നൽകണം എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പൂർണ്ണചന്ദ്രനെ നോക്കി ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ തന്നെ ലഭിക്കും. പൗർണമി മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ തന്നെ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖത്ത് കുങ്കുമപ്പൂ പൂശിക്കൊണ്ട് വേണം നമ്മൾ ചന്ദ്രനെ പോലെ തന്നെ നമുക്കും എല്ലാ കാര്യങ്ങളിലും ഒരു വശീകരണ ശക്തി ലഭിക്കണം എന്നൊക്കെ തന്നെ ചന്ദ്രനോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഗ്ലോയും ആകർഷണത്വവും ഒക്കെ നൽകാൻ ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കും. മൂന്നാംബര ദർശനം ലഭിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ പൗർണമി പൂർണ്ണചന്ദ്രനെ നോക്കിയാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് അതുപോലെ തന്നെ സാധിച്ചു കിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ആ കിരണങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത്ര അധികമാണ്. ചന്ദ്രകിരണങ്ങൾ ഏൽക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ തന്നെ വളരെയധികം നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നിലാവിന്റെ അടിയിൽ പോയിരുന്ന് രാത്രി ഭക്ഷണം, പൗർണമി ദിവസമൊക്കെ നിലാവിന്റെ അടിയിൽ പോയിരുന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് അതിന്റെ ഒരുപാട് നല്ല ഫലങ്ങൾ ലഭിക്കും എന്ന് പറയുന്നത്. മൂന്നാംബര ദർശനം നടത്തുമ്പോൾ മുഖത്ത് റോസ് വാട്ടറിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് മുഖത്ത് അത് പൂശിയിട്ട് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിലൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭാരതീയർ പണ്ടുകാലം മുതലേ നിലാവിന്റെ അടിയിലിരുന്ന് ഊണ് കഴിക്കുന്നതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ തന്നെ പഴയ കാലത്തുള്ളവർക്കറിയാം. പുറം നാടുകളിലുള്ളവർ മൂൺലൈറ്റ് ഡിന്നർ ഒക്കെ കഴിക്കുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. അവരും ഇതൊക്കെ മനസ്സിലാക്കിയാണ് മൂൺലൈറ്റ് ഡിന്നർ കഴിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഹോട്ടലുകളിലൊക്കെ പോയിരുന്നാൽ മാത്രമേ പലർക്കും മൂൺലൈറ്റ് ഡിന്നർ കഴിക്കാനുള്ള ആ ഒരു മൂഡ് വരികയുള്ളൂ. നമ്മുടെ വീട്ടിൽ ഉപ്പും എരിയും പുളിയും ഒക്കെ മിതമായ രീതിയിൽ ഉണ്ടാക്കിയ ഭക്ഷണം നിലാവിന്റെ അടിയിൽ ഇരുന്ന് കഴിക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ വശീകരണ ശക്തിയും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും. നിലാവിന്റെ അടിയിൽ ഇരുന്നു കൊണ്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ചന്ദ്രകിരണങ്ങൾ നമ്മുടെ ബോഡി മുഴുവൻ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള നല്ല ഗുണങ്ങളും നമുക്ക് ലഭിക്കും. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. 1-2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും മുഖത്ത് ഒരു ശ്രീത്വത്തോടു കൂടി കഴിയുന്നതിനായി ഈ കാര്യങ്ങൾ സാധിക്കുന്നവരെല്ലാം ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.